ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൽ. ഇന്നത്തെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. ഇതിനകത്ത് നമ്മൾ മൈദപ്പൊടിയോ റവയോ ഇതൊന്നും ചേർക്കുന്നില്ല. ഇതൊന്നുമില്ലാതെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ കൂട്ടുകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ നല്ല ഷേപ്പിൽ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോഴും അറിയാം നല്ല സോഫ്റ്റാണ്. മധുരമല്ല നല്ല പാകത്തിനായിരുന്നു. പിന്നെ നമ്മളിത് കോരി ഒഴിച്ചപ്പം പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കാണിക്കുന്ന അളവ് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾക്ക് 10-12 നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും. നെയ്യപ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതിനായിട്ട് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നോർമൽ പച്ചരി എടുത്താൽ മതി. ചിലരിത് അരിപ്പൊടി വെച്ചും ഉണ്ടാക്കാറുണ്ട്. അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കുക നമ്മളിങ്ങനെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 4-5 പ്രാവശ്യം കഴുകിയെടുക്കുക. ഞാനിവിടെ 5 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വെള്ളമൊഴിച്ച് 5 മണിക്കൂറൊന്ന് കുതിർക്കാൻ വയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾക്കിത് അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 5 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഇത് കുതിർക്കാൻ വയ്ക്കാം. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും അരച്ച് വെച്ചാൽ മതി. അപ്പം വൈകുന്നേരം ചായയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നെയ്യപ്പം ഉണ്ടാക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഏതാണ്ട് 6 അച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചിലർ ശർക്കര ചീകിയിടാറുണ്ട്. അങ്ങനെ ഇടുവാണെങ്കിൽ ശർക്കരയ്ക്കകത്ത് അഴുക്കും മണ്ണും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പം ഇവിടെ എന്തായാലും ശർക്കര നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഞാൻ വാങ്ങിച്ച ശർക്കരയ്ക്കകത്ത് അഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ശർക്കരയെല്ലാം നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ടിത് ഒരു ഇരുമ്പിൻ്റെ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക. പ്ലാസ്റ്റിക് അരിപ്പ യൂസ് ചെയ്യരുത്. ഇരുമ്പിൻ്റെ അരിപ്പ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ലപോലെ തണുക്കണം. അപ്പോൾ നമ്മൾക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിന് വേണ്ട മറ്റുള്ള ചേരുവകളും കൂടെ റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1/2 കപ്പ് പൊടിയായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഏതാണ്ട് പകുതി ഫ്രൈ ആകുമ്പം നമ്മൾക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഇത് നല്ലപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ആകണം. ഏതാണ്ട് നല്ല ബ്രൗൺ കളർ തന്നെ ആവണം. അത്രയും നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. തീ കൂട്ടി വയ്ക്കരുത്. ചെറിയ തീയിൽ കിടന്ന് ഫ്രൈ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിരിക്കുക. ഇപ്പം ഏതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഫ്ലെയിം ഓഫായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു ചൂട് മതി. എണ്ണ ആയതുകൊണ്ട് തന്നെ അത്രയും ചൂടിൽ തന്നെ അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചെറിയൊരു ചൂടുണ്ട്. ആ ചൂടിനകത്തിരുന്ന് തന്നെ ഇതായിക്കോളും. ഇനി നമ്മൾക്ക് നേരത്തെ കുതിർക്കാൻ വെച്ച അരിയെടുത്ത് അരച്ചെടുക്കണം. ഞാനിപ്പം 2 ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ട്രിപ്പിൽ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം പകുതി അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടോടെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ മിക്സിയുടെ മൂടിയുടെ മുകളിൽ നോക്കി അറിയാം. ഇത്രയും തരിയോടെ ആയിരിക്കണം നമ്മൾ അരയ്ക്കേണ്ടത്. കാരണം നമ്മളിതിനകത്ത് റവയൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മളുടെ നെയ്യപ്പത്തിന് നല്ലൊരു മാർദ്ദവം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. 6 ടേബിൾ സ്പൂൺ ടോട്ടലായിട്ട് വേണ്ടി വരും. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ഇപ്പം ചേർക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മിക്സിയുടെ ജാറിൻ്റെ സൈഡിൽ കൊട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് അരയ്ക്കാനായിട്ട്. ഒരുപാട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ശർക്കര നിരൊഴിച്ച് കൊടുക്കാം. മധുരവും കൂടെ നോക്കണം. ഒരുപാട് മധുരമായി പോകരുത്. ഞാനിവിടെ കുറച്ചും കൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് അരയ്ക്കാം. ഇപ്പം ഞാൻ അരച്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് വേണം നമ്മൾക്ക് രണ്ടാമത്തെ ബാച്ചും ഇതേപോലെ തന്നെ അരച്ചെടുക്കുക. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അതിനകത്തും ഇടണം.
അതേപോലെ തന്നെ ശർക്കര നീരും പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. 2 ട്രിപ്പും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നോക്കണം പാകത്തിനായിട്ടുണ്ടോ എന്നുള്ളത്. ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരുപാട് കട്ടിയായിട്ട് നമ്മൾ അരച്ച് വെക്കരുത്. കുറച്ച് ലൂസായിട്ട് വേണം അരച്ച് വെക്കാനായിട്ട്. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം, കാരണം ഇരുന്ന് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. ഇനി നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പ്, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും തേങ്ങ ചിരവിയതും എള്ളും കൂടിയിട്ടുള്ള മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ വേണം ഇളക്കാനായിട്ട്. ഈ തേങ്ങാ മിക്സിൻ്റെ കൂടെയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മളിത് അരച്ച് വയ്ക്കുന്ന സമയത്ത് ദോശമാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം അരച്ച് വയ്ക്കാനായിട്ട്, കാരണം ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. ഇനി നമ്മൾക്കിത് 8 മണിക്കൂർ മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾക്ക് നോക്കി നോക്കാം. 8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ കട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് നെയ്യപ്പത്തിൻ്റെ മാവ് കിട്ടാനായിട്ട്. ഇതിൻ്റെ മാവിൻ്റെ പാകം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശർക്കര നീരോ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നെയ്യപ്പം ഹാർഡാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസാണ്, അതേസമയം ദോശമാവിനേക്കാളും കുറച്ചും കൂടെ കട്ടിയാണ്. ഇതാണ് കറക്റ്റ് പാകം. അതുകൊണ്ട് ആദ്യമേ തന്നെ അരച്ച് വെക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം അരച്ച് വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതേപോലെ കുറച്ച് കുഴിയുള്ള ചട്ടി വേണം വെക്കാനായിട്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക, വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി അടുത്തത് ശ്രദ്ധിക്കാനുള്ള കാര്യം എണ്ണയുടെ ചൂടാണ്. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓരോ പ്രാവശ്യം ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മാവ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളുടെ എണ്ണയുടെ ചൂട് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് 10-12 സെക്കൻഡിൻ്റെ ഉള്ളിൽ നെയ്യപ്പം തനിയെ പൊങ്ങി വരും. എന്നിട്ടിത് 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ കുമിള പോലെ വീർത്ത് വരും. ഇതാണ് നമ്മളുടെ കറക്റ്റ് പാകം. അപ്പോൾ നമ്മളുടെ എണ്ണയുടെ ചൂട് കറക്റ്റാണ്. പിന്നെ നമ്മളുടെ നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. മാവ് ഒഴിക്കുന്ന സമയത്ത് മാത്രമാണ് തീ കൂട്ടി വെക്കേണ്ടത്. അത് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ടിത് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വേവുന്നത്. ഇതേപോലെ എല്ലാ നെയ്യപ്പവും ചുട്ടെടുക്കുക. ഒഴിക്കുന്ന സമയത്ത് മാത്രം തീ കൂട്ടി വയ്ക്കുക. എന്നിട്ടിത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തീ കുറച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ എണ്ണയ്ക്ക് നല്ലപോലെ ചൂടുണ്ടായിരിക്കും. നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ റവ ഇതൊന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതായത് 1 കപ്പ് അരി എടുത്ത് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ മറ്റുള്ളതെല്ലാം പകുതിയാക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓണമൊക്കെ അടുത്ത് വരുന്ന സമയമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്